കാസ്ട്രോ ഭയങ്കര ഷോ ആയിട്ടിരിക്കുന്നു ബ്രോ. ഞാൻ 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 നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം ഗൈസ്. ഈ വാർ തോക്കുക എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ഗ്യാങ്ങിനെ ഒരു നെഗറ്റീവ് സൈഡ്, അത് നമുക്ക് വിഷമം വരുന്ന സൈഡാ. ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ KVA വാർ തോറ്റതിന് ശേഷം ഒരു മെസ്സ് അടിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടത് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ വാർ തോറ്റാലും കോണ്ടന്റിൽ മെസ്സ് അടിക്കുക എന്ന് പറയണത് അതൊരു നമ്മളൊന്നും തോക്കാത്തവരല്ലടാ. നമ്മളൊക്കെ എത്ര വാർ തോറ്റിട്ടുണ്ട്. നമ്മൾ ആരുടെയൊക്കെ നാണം കെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കളിക്കാൻ പ്ലേയേഴ്സ് ഇല്ലാതിരുന്ന സമയമുണ്ട്, മനസ്സിലായി? ആ സമയത്താണെങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങളാ തിരിച്ചു വരും ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഓഡിയൻസ് അറിയാം. ഞാൻ അവർക്കൊരു പ്രോമിസ് കൊടുക്കും. അതായത് നിങ്ങൾക്ക് കൈയടിക്കാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന്. T47 ഇതാണ് ഏറ്റവും വലിയ സിറ്റുവേഷൻ. അടി കൊണ്ടിട്ട് തിരിച്ചടിക്കാൻ ആള് പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും പേരുടെ മുമ്പിൽ ഫേസ് ക്യാമിൽ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. ഇത് എൻ്റെ കണ്ടന്റ് ആണ്, ഇത് ഇവന്മാരുടെ കണ്ടന്റ് അല്ല, ഇത് എൻ്റെ കണ്ടന്റ് ആണെന്ന്. അടിച്ച് കൈ തന്നതിന് ശേഷമാണ് ഞാൻ സംസാരിച്ചത്. അടിച്ച് കയ്യിൽ കൊടുത്ത്, അതും വെച്ചാൽ അതിനി ഞാൻ പറഞ്ഞില്ല, അന്ന് ചന്ദ്രൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതിനി എത്ര 15 vs 15 അടിച്ചാലും, ഇനി എത്ര 10v10 അടിച്ചാലും 20 പേര് 19 പേരായിരുന്നു നമ്മുടെ ആ സമയം. ശരിക്കും പറഞ്ഞാൽ കൗണ്ട് 19, അതിൽ ഒരാളുടെ ഇത് കത്തിപ്പോയത് ഇതൊക്കെയാണ്. 19 പേര് ഒന്ന് 28 പേര്. അതും ഇപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന PvP സെനാറിയോയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഗ്യാങ്ങിനെ നമ്മൾ 19 പേരെ വെച്ച് 28 പേരെ അടിച്ചിടുക എന്ന് പറഞ്ഞാൽ അതിലും രോമാഞ്ചമുള്ള ഒരു വാർ എൻ്റെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഇടയ്ക്കൊന്നും റീസെന്റ് എക്സലാൻഡിസിലെ ഏറ്റവും ബെസ്റ്റ്, മനസ്സിലായ? അത് എടാ, നമുക്ക് എല്ലാ ഗ്യാങ്ങുകൾക്കും ഇതുപോലൊരു ഡൗൺ ടൈം ഉണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ പറയാം MRC ആയാലും KVA ആയാലും TV ആയാലും. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ. നമ്മളാണേലും നാളെ തോറ്റാൽ, ഞാൻ തോക്കത്തില്ലെന്ന് ഒരിക്കലും പറയത്തില്ല, തോക്കും, ഉറപ്പായിട്ടും തോക്കും. അതെന്ന് വെച്ചാൽ നമ്മളെക്കാളും ഇമ്പ്രൂവ് ആക്കാനും, കാരണം നമ്മൾ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ ഗ്രൈൻഡ് ചെയ്യണം, കൂടുതൽ പൊട്ടൻഷ്യലിലോട്ട് എത്തണം. അതിനവര് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് എടുത്തേ അവർ വരുള്ളൂ. ആ വരുന്ന സമയത്ത് നമ്മളെ അടിച്ചിടാൻ വേണ്ടി വരുവാണെന്ന് പറഞ്ഞാൽ അതൊരു അത്രയും പ്ലാനിങ്ങും അത്രയും ഇതിലും വരുന്ന സംഭവം. അങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കും, ഇനി ഇത് ചെയ്താൽ പോരാ, പൊരുത്തനെ അടിച്ചു എന്നുള്ള തിരിച്ചറിവ് വരാനുള്ള അടി എപ്പോൾ വേണേലും കിട്ടാമെന്ന് ബോധ്യമുള്ളതാണ് ഞാൻ, മനസ്സിലായോ? പക്ഷെ ജയിക്കുമ്പം മെസ്സ് അടിക്കുന്നത് അത് നമ്മുടെ ഗ്യാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഓഡിയൻസിനോടുള്ള ഒരു ഇതൊക്കെയാണല്ലോ നിങ്ങളുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുന്ന ഇതൊക്കെയല്ലേ. തോക്കുമ്പം ഞാൻ പറയും, ഞാൻ മിണ്ടാതെ പോകും. തോക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇപ്പോൾ ചാറ്റിൽ വരുമ്പോഴത്തേക്കിന് ഞാൻ ചിലപ്പോൾ അവനെ നോക്കിയിട്ട് എടാ പോടാ ഞാൻ അടിച്ചിട്ട് വർത്താനം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് അത്രയായിട്ട് എടുത്താൽ മതി നിങ്ങളെല്ലാവരും. പിന്നെ എനിക്കൊരു 1-2 കാര്യങ്ങൾ അധികം സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് തൊണ്ട പോയിരിക്കുക. ഞാൻ അതുകൊണ്ട് ഷോർട്ട് സ്ട്രീം ആക്കിയത് ഇന്ന്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പറഞ്ഞു വന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിത് ഇഗ്നോർ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒരു സൈഡിൽ നിന്നല്ലേ അടുത്ത സൈഡിൽ നിന്ന് ഇത് അടിയും വഴക്കുമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാനും റാംബോയും ഷെയ്ക്ക് കുറച്ച് മുമ്പ് കൂടെ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ റാംബോ, ഷെയ്ക്ക്, മാക്കൊക്കെയാണ് ബേസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള സമയത്ത് വെളിയിൽ സംസാരിക്കുന്ന ആൾക്കാർ. ഞങ്ങളിത് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇത് സോൾവ് ആകാൻ പോകുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കിന് പിള്ളേർ സെറ്റിൽ അവിടുത്തെ പിള്ളേർ സെറ്റ് ഇവിടുത്തെ പിള്ളേർ സെറ്റ് തമ്മിൽ അടിയാവും, മനസ്സിലായോ? ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതിങ്ങനെ പോട്ടെ. ഞാൻ പറയാം, ഇനി ഞാൻ ആർക്കും വേണ്ടി സോൾവ് ചെയ്യാനുള്ള ഒരു പരിപാടി നിൽക്കുന്നില്ല. പക്ഷേ ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. ഈ വരുന്നവന്മാരെ ഞാൻ ഇഗ്നോർ ചെയ്യുവാണ്, ഇതേന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. എനിക്ക് RPയും കാര്യങ്ങളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിൻ്റെ കൂടെ ഇതിന് കൊടുക്കാനുള്ള മറുപടികളും കൊടുക്കും. പക്ഷെ ഇത് ലൂപ്പാക്കാൻ എനിക്കിനി താല്പര്യമില്ല. അതായത് ഡെയിലി വന്ന് മറ്റേ ഈ പറയണ ഇത് മാത്രം സംസാരിച്ച് ലൈവ് എൻഡ് ചെയ്ത് പോകുക എന്നുള്ളൊരു പരിപാടി ഇനിയില്ല. നമ്മൾ ഇനി തൊട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ RPയും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാക്കും. കാരണം ബാലൻ തിരിച്ചു വന്നു, ഗോകു തിരിച്ചു വന്നു, എല്ലാവരും തിരിച്ചു വന്നു. നമുക്ക് ഈ പറയണതുപോലെ ഇനി കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവരും പറയണത് പഴയ ആൾക്കാരില്ലായിരുന്നായിരുന്നു. മെന്ന് തിരിച്ചു വന്നു, എല്ലാവരും വന്നു, മനസ്സിലായോ? അപ്പോൾ ഇവരെല്ലാവരും വന്ന സ്ഥിതിക്ക് ഇനിയും നമ്മൾ ഇതുപോലത്തെ RP കണ്ടന്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് സിറ്റിയിലോട്ട് കയറാം. അപ്പം ഞാനിങ്ങനെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിരുന്ന് ഇങ്ങനെ കണ്ടപ്പം ഞാനിങ്ങനെ ഒരു വലിയ കാര്യം നോട്ടീസ് ചെയ്തായിരുന്നു. നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒരാൾ ഭയങ്കര മെസ്സടി എന്ന് വെച്ചാൽ നമ്മളെ അടപ്പിക്കുന്ന രീതിയിലത്തെ കൗണ്ടറൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കൗണ്ടറടാ എന്നൊക്കെ പറഞ്ഞ് പറ്റും. ഭയങ്കര കൗണ്ടർ കേട്ടോ. ഗേ എന്ന് പറയുന്ന ഒരു പയ്യൻ ഭയങ്കര കൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി മുട്ടൻ കൗണ്ടർ. ഞാനിത് ആലോചിക്കുവാണ്, ഇത് ഏത് POV ആണ്, ഇത് ഏത് POVയിൽ ഇവനിങ്ങനെ മെസ്സ് അടിക്കുന്നത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ.
അപ്പൊ നമുക്ക് ആ POV ജസ്റ്റ് എന്റെ POV ഒന്ന് കണ്ടു നോക്കാവേ. എന്റെ POV ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇവിടുത്തെ മീറ്റിംഗ് ഇതിലായിരിക്കുമല്ലോ. 1 മണിക്കൂർ എന്നുള്ള ലൈവാണ്. 21 ഇവിടെ അല്ല, ഇത് ഇവന്റെ POV. ഇവിടെ 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 POV ആണേ. പറഞ്ഞ ശരിക്കേ, ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാ കളിച്ചത്. ഇത് കണ്ടിട്ട് മെറ്റേന്നൊന്നും വിളിച്ച് പറഞ്ഞേക്കല്ലടാ. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഞാൻ ലൈവിൽ കാണിച്ചായിരുന്നത് എന്താണ് സിറ്റുവേഷൻ എന്ന് കേട്ടാ. ഇത് ലൈവ് VC ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആൾക്കാർ ലൈവ് ഉണ്ടായിരുന്നു. ഈ പുള്ളി പറഞ്ഞതിന്റെ റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്താണ്. അപ്പൊ MRCയുടെ മെമ്പേഴ്സ് വരുന്നു. നമസ്കാരം. നമസ്കാരം കേട്ട് നമസ്കാരം പറഞ്ഞു. ഇത്ര മാന്യമായിട്ട് എങ്ങനെയാണ് ഇതിൽ മാന്യത കുറവില്ല? എങ്ങനെയാണ് നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യണം? ഒരു വാർ നമ്മൾ പ്രീ വാർ നമ്മൾ ജയിച്ചിട്ട് മാസ് അടിക്കാൻ പോലും ഞാൻ വന്നതല്ല. ഞാൻ അത്രയും മാന്യമായിട്ട് നമസ്കാരം പറഞ്ഞു. സംസാരിക്കാൻ കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ഹലോ, തുടങ്ങട്ടെ. നമ്മൾ തുടങ്ങിയ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ തുടങ്ങിയ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പുള്ളിക്ക്. ഇത് കഴിയുമ്പോഴാണ് കേട്ടോ ഷെയ്ക്ക് ഇവിടുന്ന് കത്തിപ്പോവേ. ഷെയ്ക്ക് ഇവിടെ കത്തിപ്പോയിട്ട് കോൺവെർസേഷൻ മാറും. നോക്കിക്കോണേ, ഇത് ലൈവ് VC ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ഇവരെല്ലാം ലൈവ് ആയിരുന്നു. അപ്പൊ ഇവര് മീറ്റിങ്ങിന് വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും ഞാൻ മീറ്റിംഗിൽ ലൈവ് VCക്കകത്ത് ഇവര് ചന്ദ്രനെല്ലാം ലൈവാ, അവർക്ക് ഞാൻ മീറ്റിംഗിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത്. സിറ്റുവേഷനായ കാരണം പറ ഷെയ്ക്ക്, ഇനി സിറ്റുവേഷനായ കാരണം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. എന്തിനാണ് പറയുന്നത്? കണ്ണാപ്പിന്റെ വണ്ടി ഇടിച്ച കാര്യം പറയാൻ ഷോപ്പിൽ നിന്ന് ഇടിച്ച് ഞങ്ങൾ ഇതാണ് സിറ്റുവേഷൻ. അറിയത്തില്ല, പഠിപ്പിച്ചു തന്നതാണ്. ഇതാണ് സിറ്റുവേഷൻ. ഈ സമയത്തൊക്കെ ഗൈസ് അവിടുന്ന് കൗണ്ടർ വരുക. നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ കേൾക്കണില്ല. അവിടുന്ന് നിനക്ക് മിണ്ടായിരുന്നു, വണ്ടി കയറ ഓർച്ച. നമ്മളിത് അറിയണേ ഇല്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം അറിയണേ ഇല്ല ഗൈസ്. സത്യം പറഞ്ഞ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം അറിയണില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനൊരു മാസടി നടക്കുന്നുണ്ട്, നമ്മൾ അറിയണില്ല. പുള്ളി എന്താണെന്നറിയോ, കാരണം ഇവര് പുതിയ ഓഡിയൻസ് ആയതുകൊണ്ടേ ഇവിടെ ഈ പച്ച കളർ ഞെങ്ങിയാൽ മാത്രമേ ഇപ്പുറത്തുള്ളവർക്ക് കേൾക്കുമെന്ന് ഇതാകത്തുള്ളൂ. മനസ്സിലായോ? ഇത് കാണുന്ന ഈ കൊച്ചു പിള്ളേർ ഇവര് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ, എടാ ഇവൻ മൈക്ക് ഞെക്കി പുള്ളിയോട് എന്തൊക്കെയാണ് പറയുന്നത്, എന്ത് മെസ്സടി, ആ ചേട്ടൻ എന്ത് കിടിലല്ലേ, കലിപ്പൻ ചേട്ടൻ, ആ ചേട്ടൻ്റെ കൂടെ ഒരു റൈഡ് കിട്ടിയിരുന്നെങ്കിൽ. എല്ലാരും അങ്ങനെ വിചാരിച്ചിരിക്കുക. മൈക്ക് ഓഫ് ലിറ്ററലി. നമുക്ക് കേൾക്കൂല, നമുക്ക് കേൾക്കത്തില്ല. എന്റെ കൈ എന്റെ പെടലേക്കിരിക്കും, കണ്ണുപോലെ എന്റെ കൈ മുത്ത് എന്റെ ചെവിക്കല്ലിരിക്കും. കേട്ടോടാ പട്ടി നിന്റെ അതൊക്കെ നീ നിന്റെ പട്ടി. ഇപ്പോഴാണ് മെസ്സേജ് അവിടെ തുടങ്ങിയത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഒന്നും സംസാരിക്കാത്തോണ്ട് ഞാൻ മിണ്ടാതിരിക്കും കേട്ടോ. 5 മിനിറ്റ് അടിക്കാറടിയാ. ഡെമ്മിയോട് ആ വർത്താനൊക്കെ അടികൊണ്ട് തൂറിയിട്ട് നീക്ക് ആ വർത്താനം അങ്ങ് ഡെമ്മിയോട് എടുത്താൽ മതി. എന്റെ അടുത്ത് വേണ്ട. മൈക്ക് ഓണാക്കി സംസാരിക്കുമ്പോ ഇവിടെ പച്ച കളറാവും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാനൊക്കെ അങ്ങനെ സംസാരിക്കാറ്. അത് നോക്കിക്കോളാം. ഇവിടെ വേണ്ട, പച്ച കളർ കത്തുന്നതാണ്ട. ഡെമ്മിയോട് ആ വർത്താനൊക്കെ അടികൊണ്ട് തൂറിയിട്ട് നീക്ക് ആ വർത്താനം അങ്ങ് ഡെമ്മിയോട് എടുത്താൽ മതി. എന്റെ അടുത്ത് വേണ്ട. ഒരു 16 മിനിറ്റ് കൊടുക്കാം. ഇതാണ് സത്യാവസ്ഥ. പിന്നെ CK മാരുടെ മാസ് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ ഞാൻ എറണാകുളത്ത് PC-യിലായി പോയത്. ഞാൻ CK മാരിയെ ഒരു 20 മിനിറ്റ് വിളിച്ച് ഉപദേശിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ഉണ്ട്. MRC ഓഡിയൻസിന് ക്ലിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ അത് പ്ലേ ചെയ്യാം. പയ്യനല്ലേ, 18 വയസ്സുള്ള കൊച്ചുകൊണ്ടേ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടതാ. വേണമെങ്കിൽ ഞാൻ അത് പ്ലേ ചെയ്യാം. CK മാരി ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കേട്ടോണ്ടിരിക്കുന്നത്, അയ്യോ അങ്ങനെ അല്ല ബ്രോ, ഇങ്ങനെയാണ് ബ്രോ, ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് മറ്റേ ഇങ്ങനെ നിൽക്കുന്ന POV വേണമെങ്കിൽ കണ്ടന്റ് ആക്കണമെങ്കിൽ അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഞാനത് ഉറപ്പായിട്ടും തരാം. മാസ് ഇതല്ലടാ, അത് വീഡിയോ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് മാസ്. മനസ്സിലായോ?
അത് ഇല്ല, ഈ പി സിയിലില്ല കഴിച്ചു, എൻ്റെ ഈ പി സിയിലില്ല, എറണാകുളത്ത് പി സിയിലാണ്. കാരണം അവിടെ നിൽക്കുമ്പോൾ ആ സമയത്താണ് ആ വിളി. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ലൈവിൽ ഞാനത് വേണേൽ പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് ഇത് മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വരരുത്. മറ്റേ മൈക്ക് മ്യൂട്ട് ചെയ്ത് നിന്നിട്ട് സ്വന്തം POV റെക്കോർഡ് ചെയ്ത് മറ്റേ ഇതിടേണ്ട ഗതികേടൊന്നുമില്ല. പിന്നെ ഈ മാരിയെ പറ്റി എന്തോ ഒരെണ്ണം നമ്മുടെ കൂട്ടത്തിൽ ഒരു പയ്യന് പറയാനുണ്ട്. നീൽ ഇവിടെ ഉണ്ടോ നോക്കട്ടെ, നീലിനെ ഞാനൊന്ന് നോക്കി നോക്കട്ടെ. നീലേ, നീൽ ഇവിടെ ഉണ്ട്. ഇത് നീലല്ലേ ഇത്? നീലേ. ഹലോ അണ്ണാ. എടാ നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലടാ, അതൊന്ന് പറഞ്ഞു തരണം. അണ്ണാ അത് ഞാൻ ഇങ്ങനെ പറയുന്നപ്പോഴത്തേക്ക് ഇവന് ബാൻ അടിച്ചൊരു സെർവർ ഉണ്ട്, അവിടുത്തെ അഡ്മിൻസിനെ കൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞു. ആണോ? അന്ന് പുള്ളി വിളിച്ചോ? ജനറൽ വിസി വരാൻ പറ. ഓക്കെ, ഒരു സെക്കൻഡ്. പഴയ ഓഡിയൻസ് അല്ലടാ, അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാത്ത കാര്യങ്ങളാ. മെസ്സ് അടിക്കുമ്പോ നമ്മള് അതെ അണ്ണ, ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ലൈവ് ഇവന്റെ ബാൻഡ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് KKBP റിവോക്ക് ആക്കി എന്ന് പറഞ്ഞു. അവിടുത്തെ അഡ്മിൻസ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ബാൻ റിവോക്ക് ആക്കിയിട്ടില്ല, അവൻ ഇവരെ നക്കി നടന്ന് കുറെ ചോദിച്ചു റിവോക്ക് ആക്കുമെന്ന്. എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയ്യോ കാണാവോ? നിക്കടാ ഒരു മിനിറ്റ് നോക്കട്ടെ കാണാവോ? കാണാവോ? ഇതില് ചാറ്റാണ്. ഇത് ഇവന് അവിടെ ഇപ്പോഴും ബാൻ ഉള്ളതാണ്. യു ഹാവ് ബീൻ പെർമനന്റ്ലി ബാൻഡ് ഫ്രം ദ സെർവർ. ബാൻ റീസൺ കോഡ് യൂസിങ് അൺഫെയർ അഡ്വാൻറ്റേജ് ടൂൾസ്. ബാൻ ID ഇത് അവിടുത്തെ ഒരു അഡ്മിന് മറ്റേ വൂൾഫിക്ക് മെസ്സേജ് അയച്ചതാണ്. ഇത് കണക്ക് എല്ലാവർക്കും കൂടെ അയക്കുന്നു. CK മാരി അത് കാണിച്ചു തരാം. CK മാരി KKBP ബാൻ മാറ്റൂ. അയ്യോ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്താലോ? KKBP ബാൻ മാറ്റൂ. ഇപ്പൊ തന്നെ വെറുതെയാണ് ഇട്ടേക്കണേ. അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ആക്കൂ. ലാസ്റ്റ് നിനക്ക് മാറ്റി തന്നപ്പോഴല്ലേ അവിടെ നീ എന്തോ പിന്നെയും നമ്മുടെ സ്റ്റാഫായിട്ട് ഇഷ്യൂ ആയത്. ഓഡിയോ ഇല്ലല്ലോ, ഓഡിയോ പ്ലേ ചെയ്യാൻ 4/2/2026 ഇത് സ്റ്റാഫ് ഞാനാ എന്നോണ്ട് തള്ളക്കി വിളിക്കാം മാറ്റാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഇവന്റെ മറ്റേ മറ്റേ ഇൻഫിനിറ്റ് ഇത് യൂസ് ചെയ്യുന്നേ. അത് കാണിക്കാം ഇവരൊന്ന് വലിക്കാണ്. അഡ്മിൻസിന്റെ ഞാൻ മറ്റേ ക്ലിപ്പ് ഒന്ന് കാണിച്ചുതരാം. ഇത് CK മാരിയല്ല, ഇത് അവരെ കൂടെയുള്ള വേറെ എടുത്ത് ഇവൻ രക്ഷപ്പെട്ടയാണ് അതില്. ഇത് എത്ര പേരെ അടിക്കുന്നത് നോക്കിയോണേ. 4 പേരൊന്നും നിലത്ത് അടിക്കും കേട്ടാ. കണ്ടാ ഹിറ്റ് മാർക്ക് കണ്ടാ, റെഡ് കാണിക്കുന്നല്ല ഹിറ്റ് മാർക്കാ കണ്ടാ. ഇത് മറ്റവനല്ലടാ നീലേ. ഇത് MRC അലൻ. ഇവന് PP ബാനാണ് അവിടെ. ഇത് മൊത്തം HF ആണ്. CK മാരിയുടെ അത് നോക്കിയോ. ഇത് വെടികൊണ്ട് മരിച്ചതല്ല, നോക്കിയോ, വെടികൊണ്ട് മരിച്ചതല്ല. കാര്യം പറയട്ടെ, ഇപ്പൊ കണ്ടോളൂ ഇവൻ. എടാ ഒന്നുകൂടെ പ്ലേ നീലേ. സൗണ്ട് ഭയങ്കര കുറവാണ്, കുറച്ചൊന്നും അടുത്ത്. അണ്ണാ ഇത് നോക്കിയോ, ഇത് ഇവൻ മരിക്കുന്നില്ല, ഈ റേഡിയസിലുള്ള എല്ലാരും മരിക്കും ഒറ്റ അടിക്കുക. അത് അവന്റെ ടീം, അതോ ആ ഗാർബേജ് ബോക്സിന്റെ ബാക്കിങ് അവനും ചാവും. ആണോ? ഇത് അടുത്ത ആളെ നോക്കിയോ. ഇവ ഓടിപ്പോണ POVയില് ഫ്രണ്ടിലുള്ള ഗാർബേജ് ബോക്സ് ഇരിക്കുന്നത് ഈ ബാൻ എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ ഇവന്റെ മെമ്പറാ, പക്ഷെ അവനും ചാവും. ഇപ്പൊ നോക്കിയോ, മരിച്ച്, അവനും മരിച്ച്, ഇവിടെ എല്ലാരും മരിച്ച്. നീ അടുത്ത ഇത് എന്റെ POV നോക്കിയോ. കണ്ട് ഞാൻ എങ്ങനെ മരിച്ചറാ. ഇതെന്താ ഇതെങ്ങനെ ഇങ്ങനെ വീഴണേ? ഇത് കോസ്മിക് എന്ന് പറഞ്ഞ സെർവർ കളിക്കുന്ന എനിക്കറിയാം. ഇല്ലീഗൽ. ഇത് ശരിക്കും ഇല്ലീഗലാണ്. ബാൻ റൗത്തർ has been beaten by CK മാരി. അത് ലൈക്ക് ഇവര് ഗണ്ണ് വെച്ചല്ല കൊല്ലണായിട്ട് ലോഗിൽ വരണ, ഇടിച്ചു കൊല്ലുന്നതാ ലോഗിൽ വന്നത്, മനസ്സിലായോ? ആണല്ലേ? ഇത് അടുത്തത് ആ സിറ്റിയിലുള്ള എല്ലാരും ഇവന്മാർ ഇങ്ങനെ ഇടിച്ചു കൊല്ലും ഇങ്ങനെ വന്നിട്ട്. എന്നുവെച്ചാ ഫിസ്റ്റിന്റെ ഇത് കാണിക്കും 7 പേർക്ക് ഒരുമിച്ച്. അപ്പൊ നമ്മളതിലേക്ക് ആദ്യം നമ്മൾ വിചാരിച്ചത് ബഗ്ഗായിരിക്കും എന്നാ, പക്ഷെ നോക്കിയപ്പോ ഇവന്റെ ടീം ACMലെ ആൾക്കാര് എല്ലാം കൂടെ ചെക്ക് ചെയ്തിട്ടൊരു 2 പോസ്റ്റൽ കാണിക്കും നമുക്ക് ലോഗില്, ആൾക്കാർ ഡെഡ് ആവണതിന്റെ അവിടെ. അപ്പൊ പോസ്റ്റർ വെരിഫൈ ചെയ്തപ്പം അതായത് 3 പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിന്റെ 3 സറൗണ്ടിങ്ങിനെ റൗണ്ട് ചെയ്തൊരു സോൺ പോലെ വന്നിട്ട് അതിനകത്ത് ആരൊക്കെ ആ ടൈമിൽ ഉണ്ടായിരുന്നോ എല്ലാരും 1 സെക്കൻഡ് ഒരുമിച്ച് എത്താണ്. ഇപ്പൊ നീലിന്റെ ടീമിലുണ്ടായിരുന്ന 2 പേര്, ബാനിലെ 3 പേര്,
പിന്നെ ഇതൊന്നിനും പെടാത്ത 2-3 സിറ്റിസൺസ് ഗ്യാങ്ങിലുള്ള ഒരാള് എല്ലാരും ചത്ത് രാത്രി. അത് രാത്രി വെളുപ്പിന് 6 മണിക്കായി 4 മണിക്കായി സിറ്റുവേഷൻ. ഇവൻ ഇടയ്ക്ക് വെച്ച് കത്തിപ്പോയിട്ട് കയറി വന്നിട്ട് ഈ അടി അടിച്ചത്. അതിന് മുമ്പ് വരെ ഇവൻ പൊടുത്തോണ്ടിരിക്കുവായിരുന്നു. സൂപ്പർ. അപ്പൊ ഇപ്പഴും പെർമനന്റ് മാൻ ആണോ അവനിവിടെ അവിടെ? ലൈക്ക് അവൻ അവിടെ ബാന് മാറ്റത്തില്ല എന്നുള്ളി പറഞ്ഞ. ഇവൻ ആദ്യം നമ്മൾ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പറയണോ? പറഞ്ഞു. ലൈക്ക് ഇവ ഇങ്ങനെ ഒരു ഇടിങ്ങിൽ ചാവുന്നത് നമ്മൾ വിചാരിച്ച സെർവറിൽ എന്തെങ്കിലും ബഗ് ആയിരിക്കും വെച്ച് സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം മന്ത്സ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ബഗ് ആയിരിക്കും വെച്ചാൽ സെർവർ മൊത്തം ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ACM ഈ ഇവന്റെ ഗ്യാങ് നീലിന്റെ. അത് കഴിഞ്ഞിട്ട് വേറെ അവിടെ GTR അങ്ങനെ എന്തോ ഒരു 777 എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അവരും വന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഇവരിങ്ങനെ രാത്രി ചത്തൊന്നു സിറ്റുവേഷന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മളിങ്ങനെ ഓപ്പോസ് ആരെ കൊന്നേ നോക്കിയപ്പോ മാരി. അപ്പൊ നമ്മള് മാരിക്ക് ഇങ്ങനെ മെസ്സേജ് ഇടും, DM മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കും ബ്രോ ഇങ്ങനെ ആദ്യം അവരെ ഗ്യാങ്ങിലെ ആൾക്കാരെ വിളിക്കുന്നത് FRP വിസിൽ ഇങ്ങനെ വിളിച്ചിട്ട് പറയും അതേപോലെ മാരിയിൽ ഒന്ന് POV കാണണമെന്ന് പറയും. അപ്പം വന്നത് അവരെ ഗ്യാങ് ലീഡർ ആരോ ഒക്കെ റയോട്ട് ചാർലി അങ്ങനെ കുറച്ച് പേര് വന്ന് പറയും. സംശയമുണ്ടോ? ആർക്കാരും സംശയമില്ലാത്ത ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ, അത് HFL ആയിരിക്കുമല്ലോ. പറഞ്ഞു. അപ്പൊ അവര് വന്നിട്ട് ലൈക്ക് പറയും ഇവന്റെ POV ഉണ്ട് ഫുള്ള് കാണിക്കാം, അവ ഇപ്പം ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത്. മറ്റേ ലൈക്ക് എന്നുവെച്ചാൽ ഇവൻ പുറത്തില്ല സ്ഥലത്തില്ല എന്നൊക്കെയാ പറഞ്ഞ. ആദ്യം ഇവൻ വീട്ടിൽ വന്ന ഉടനെ POV എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞു, മാരി കാണിച്ചു തരാന്ന് പറഞ്ഞു, ഫുൾ POV ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ലൈക്ക് കുറെ പേരൊന്ന് റിപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ഇവരെ ഗ്യാങ് ലീഡറിന് നമ്മൾ ഈ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിനുശേഷം പുള്ളിക്കാരൻ മാരി എനിക്ക് DM പേഴ്സണലി മെസ്സേജ് അയക്കുക, ഞാൻ കാണിച്ചു തരാം. നൈസ് കൺവേർട്ടിങ് ആണ് ബ്രോ. ഇത് ഈ സ്റ്റാർ ഗോഡ് എന്ന് പറയുന്നത് TVA സ്റ്റാർ ഗോഡ് അല്ല, ഇത് KKPP അഡ്മിനാ, മനസ്സിലായോ? അല്ല ആർഗൺ പേരെന്താ പുള്ളിയുടെ? ആരുടെ? ഈ അഡ്മിന്റെ പേരെന്താ? എന്റെ സ്റ്റാർക്കും സോമനും നമ്മൾ രണ്ടുപേരാണ്. അത് അഡ്മിൻസാ, അല്ലാതെ ഞാൻ കൊണ്ടുവന്ന ആൾക്കാരല്ല, മനസ്സിലായ? നീലിനെ ലൈവ് ഇട്ടല്ലേ ഈ നീല് പറഞ്ഞ സമയത്ത് അവനെ അങ്ങ് എന്തോ മറ്റേ ഫേക്ക് അക്കൗണ്ടുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴത്തേക്കിന് മറ്റേ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നവന്മാരുണ്ട്. നീ ഇവിടെ ഒന്ന് സ്പാം ചെയ്യ് കാണട്ടെ, ഞാൻ ഇവിടെ ഒന്ന് സ്പാം ചെയ്യുമ്പോൾ ഞാനത് മാറ്റുമോ നോക്കാം. നീ ഒന്ന് സ്പാം ചെയ്ത് നോക്കി, ഇവിടെ ഒന്ന് സ്പാം ചെയ്യുമ്പോൾ ഞാൻ ഇതങ്ങ് മാറ്റുമോ നോക്കാം. കാണിച്ചോ. ഇത് മാരിയുടെ DM ലൈക്ക് അവൻ ഞാൻ ഇത് അവന്റെ ഗ്യാങ് ലീഡർ വന്നതിന് ശേഷം അവൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ മെസ്സേജ് ഇടുന്നേ, ഹലോ ബ്രോ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞു. അയ്യോ അവൻ മെസ്സേജ് ഇടുന്നേ. അപ്പൊ എന്റെ POV ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഇല്ല ബ്രോ, 4 മണി വരെ ഉള്ളതേ ഉള്ളൂ, അതിനു മുമ്പ് വേറുള്ള POV ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ ഇപ്പൊ VC വാ സംസാരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ കോളിൽ വന്ന് ഇങ്ങനെയാ പറഞ്ഞത്, അതിന്റെ റെക്കോർഡിങ് മറ്റേ ഫോണിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പറയാം. അവൻ ഇങ്ങനെയാ പറയുന്നത്, ലൈക്ക് അവന്റെ PC അവൻ ഇപ്പൊ കറന്റ്ലി അവന്റെ PC സെല്ലാക്കാൻ വേണ്ടി ബാംഗ്ലൂർ വെക്കാം. രാവിലെ 6 മണി വരെ ഇവര് തമ്മിൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ACM ബാനക്സ് എന്ന് പറഞ്ഞ ഗ്യാങ്, അതിലാണ് മാരി കളിച്ചത്. HFന്റെ ഗ്യാങ് ബാനക്സ് സെക്കൻഡറി ഗ്യാങ്. അപ്പോ ഇവന്മാര് അതവരെ പേര് ബാനക്സ് എന്ന ഗ്യാങ്ങിന്റെ പേര്. KKPP അഡ്മിൻ വന്ന് വലിച്ചോട്ടെ. അവർക്ക് എന്തായാലും അറിയാം ബാൻ കിട്ടുമോ. അപ്പൊ പിന്നെ ലൈനപ്പിന്റെ പേര് ബാനക്സ് കണ്ടാപ്പി. ഹലോ. അപ്പം ലൈക്ക് അവമെന്ന് പറയണെന്ന് വെച്ചാൽ 6 മണിയായപ്പോഴാണ് സിറ്റുവേഷൻ കഴിഞ്ഞ POV നിർത്തിയത്. അപ്പം ഇത് നമ്മൾ ചോദിക്കുന്ന ഏകദേശം ഇത് 10 മണിയാ. നമ്മള് ചോദിച്ച എത്ര മണിക്കായിരുന്നു? 8:48 PM. നമ്മൾ ഉച്ചക്കാ ചോദിച്ചത്. ഇവൻ എനിക്ക് 8:48 PM മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ട്രിവാൻഡ്രത്ത് ഇവന്റെ സ്ഥലം. നമ്മൾ ഇവന്റെ IP നോക്കിയായിരുന്നു, ഇവന്റെ കറണ്ട് IP വെച്ച് നമ്മൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നു ഇവൻ കളിച്ചത് രാവിലെ. അല്ലാത്തുള്ള IP നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയപ്പം ഇവൻ നമ്മുടെ VC എന്ന് പറഞ്ഞാൽ ഇവൻ ബാംഗ്ലൂർ പോയി, ഇവന്റെ ലാപ്പായിരുന്നു, അത് വിറ്റിട്ട് ഇവൻ പുതിയ PCക്ക് ഓർഡർ ചെയ്തിട്ട് ഇവൻ തിരിച്ച് നാട്ടിലോട്ട് ബസ്സിൽ വരുവാന്ന്. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കോളിൽ വന്നപ്പോ. അപ്പൊ വിശ്വസിച്ചു നമ്മള്. അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് അവൻ പറഞ്ഞ അവനെ PC വിറ്റ ഷോപ്പിൽ അവര് PC റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ട് POVയും മറ്റേ റെക്കോർഡ് PC ചെക്ക് ചെയ്യാനോ അവന് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് ബ്രോ ആ ഷോപ്പിൽ വിളിക്ക്, എന്നിട്ട് ഷോപ്പിൽ പോയി ഒരു 5 മിനിറ്റ്സ് ഇരുന്നിട്ട് നമുക്ക് ജസ്റ്റ് VC വന്നാൽ മതി, ചെക്ക് ചെയ്തിട്ട് ഉടനെ പോകാൻ. അപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടതാ, ഹലോ ബ്രോ. അപ്പൊ ഞാൻ പറ ബ്രോ അവര് ചെയ്തു
ബ്രോ ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ PC സെല്ലാക്കി പുതിയ PC-യിൽ ഇനി വരാന്നൊക്കെയാണ് പറഞ്ഞത്. പുതിയ PC-യിൽ ഒന്ന് PC ചെക്ക് ചെയ്യാന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തൻ. ബ്രോ ദൃശ്യം 3 പോലെ ഇത്ര ട്വിസ്റ്റ് കണ്ടില്ല ബാക്കി. എന്നിട്ട് ആ പുള്ളിക്കാരെ ഭയങ്കര സൗണ്ട് എഫക്റ്റ് ഒക്കെ ആയിരുന്നു ബസ്സിൽ നിന്ന് വന്നിട്ട്, കാറ്റും എല്ലാം ആയിരുന്നു. നമ്മള് പിന്നെ ചുമ്മാ ഊതി കാണും ബ്രോ, മൈക്ക് വെച്ചിട്ട് ഊതി കാണും. അവന്റെ കാറ്റതാണ്. അറിയത്തില്ല. അളിയാ സിറ്റിയിൽ ഇപ്പൊ കയറില്ല അതോ ഇവിടെയാണോ? ഇതില് വലിയ വിഷയം വലിയൊരു വിജയം നടക്കും. എപ്പോ വരാം? ബ്രോ ബാക്കി പ്ലീസ് കണ്ടിന്യൂ. ഹലോ മാത്തനെ അവിടെ ഇരിപ്പുണ്ടോ, ഒന്ന് വലിക്കാവോ? പിന്നെ എപ്പോ വിളിക്കാം? KKPP-യുടെ സൈഡിൽ നിന്ന് വന്നാണ് നമ്മളുടെ കാര്യങ്ങളൊന്ന് പറയാൻ. KKPP. അവിടെ ഇവന് ബാൻ ഇട്ടായിരുന്നു. അതാ എന്നിട്ട് അതൊക്കെ നടന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ചുമ്മാ IP എടുത്ത് കറണ്ട് IP നമ്മളെ കൂട്ടത്ത് അന്ന് നമ്മുടെ സെർവറിലെ ഒരു എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എന്തോ ഒരു ടൂൾ വെച്ചിട്ട് ഇപ്പം നമുക്ക് സെർവറിലെ നമുക്ക് ഇപ്പം DDoS അടിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ നമ്മൾ ഹയർ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി വിചാരിച്ചു ഞാൻ IP-യിലൊക്കെ ട്രാക്ക് ചെയ്ത് കറണ്ട് ലൊക്കേഷൻ നോക്കാൻ പറ്റും. പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ലൊക്കേഷൻ നോക്കാൻ പറ്റും. അപ്പം അവന്റെ ആ ടൈമിലത്തെ ലൊക്കേഷൻ നോക്കിയാൽ പുള്ളി ട്രിവാൻഡ്രത്തുണ്ട്. പക്ഷെ ഫോൺ ഇരിക്കുന്ന ബാംഗ്ലൂർ, അങ്ങനെയൊക്കെയാ പുള്ളി പറഞ്ഞത്. സംസാരിക്കുന്ന ബാംഗ്ലൂർ ഇരുന്നാ, പക്ഷെ പുള്ളിയുടെ ലൊക്കേഷൻ കാണിക്കുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു. പിന്നെ നമ്മള് തർക്കിക്കാനൊന്നും പോയില്ല. പുള്ളിക്കാരൻ നമ്മൾ പറഞ്ഞ് ഒന്നിൽ PC ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിലേക്ക് നമ്മള് ഇതേപോലെ ബാൻ ഇടുമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന്റെ ഫ്രണ്ട്സും പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്യാങ്ങിലുള്ള HF മെമ്പേഴ്സും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫയലൊന്നും അല്ല, സർവർ സൈഡ് ബഗ്ഗ എന്നൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തു കുറെ. നമ്മള് രണ്ടു ദിവസം കറക്റ്റ് എന്ന് വെച്ചാൽ ഇവര് അതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എന്നാൽ നമ്മളൊരു ടൈം എടുത്തിട്ട് ഒരു 1.5 ദിവസം ഫുള്ള് നമ്മൾ സെർവറിനകത്ത് കയറി വേറെ ഈ ACM മെമ്പേഴ്സ്, ഈ നീലിനൊക്കെ അറിയാം, ACM തന്നെ കുറെ പേരെയൊക്കെ നമ്മൾ രാത്രി കയറ്റിയിട്ട് ഇങ്ങനെ ഒരു ബഗ് ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മനസ്സിലായി സെർവറിന്റെ ബഗ് അല്ല എന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മള് കോസ്മിക്കിൽ ഒരു അഡ്മിൻ ഉണ്ടായിരുന്നു. അഡ്മിൻ അല്ല സംഭവം, നമുക്ക് റിപ്പോർട്ട് വന്ന കോസ്മിക്കിൽ ഒരു പ്ലെയറിന്റെ അവൻ നമ്മൾ ഈ PO ഇങ്ങനെ VC എന്തോ കാണിച്ച സമയത്ത് നമ്മളത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് ഒരു പയ്യന് അവന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അവ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്മിക്കില് ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ കോസ്മിക് കളിക്കുന്ന സമയത്ത് വെച്ചാൽ സോൺ ക്യാപ്ചറിങ് അതിലുള്ള പരിപാടി കോസ്മിക് കളിച്ചവർക്ക് അറിയാം. അപ്പൊ ഈ സോൺ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സോണിൽ നിന്ന് മെയിൻ സോണിലോട്ട് നമ്മൾ പോണ സമയത്ത് വെളിയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ മെക്കാനിസം ഒരു ചീറ്റ് ഉണ്ട്. അത് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യും. ആ സോണിനകത്ത് ആരൊക്കെ പോയാലും 1 ടാപ്പിൽ ചാവുമ്പോ കിൽ ഫീൽഡ് ഫിസ്റ്റേ കാണിക്കത്തുള്ളൂ. അത് കോസ്മിക്കിൽ ഇപ്പോഴും ഉണ്ട് ആ ഫയൽ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ്. അപ്പം ഇവ അത് വന്ന് റിപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോ നമുക്ക് കാര്യം മനസ്സിലായി. കാരണം നമ്മൾ കോസ്മിക്കിൽ ഒരു അഡ്മിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്, തമിഴ് അഡ്മിൻ. പുള്ളിക്കാരൻ നമ്മൾ VC-യിൽ പോയി, കോസ്മിക്കിന്റെ തന്നെ VC പോയിട്ട് നമ്മൾ വെരിഫൈ ചെയ്തായിരുന്നു ഈ സംഭവം ഉണ്ടോ എന്ന്. എന്നിട്ട് ഇവന്റെ POV കാണിച്ചു കൊടുത്തപ്പോ അഡ്മിൻ പറഞ്ഞത് ഇത് ഫയലാണ്, ഇത് ഓൾറെഡി കോസ്മിക്കിൽ യൂസ് ചെയ്യുന്ന ചീറ്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ CK മാരത്ത് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ നോർമലി പറഞ്ഞു, നീ യൂസ് ചെയ്യുന്ന ഫയൽ ആണെങ്കിൽ തന്നെ നീ ചിലപ്പം ഇവര് തമ്മിൽ സിറ്റുവേഷൻ ആണെങ്കിൽ 12 മണിക്കോ 11 മണിക്കോ ആണ്, 6 മണി വരെ ACM ഈ ബാനക്സ് എന്ന് പറഞ്ഞാൽ ഇട്ട് അടിക്കുമായിരുന്നു. ഇവര് കുറെ വട്ടം ഡൗൺ ആയി, വാറിൽ ഡൗൺ ആയി, പ്രീവാർ ഡൗൺ ആയി, പിന്നെ അടിച്ചടിച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫ്രസ്ട്രേഷനിൽ ഇങ്ങനെ ഫയൽ ഇട്ടതാണ്, നീ സമ്മതിക്ക്, നമ്മൾ ബാൻ ഇടത്തില്ല, ഒരു വട്ടത്തേക്ക് ക്ഷമിക്കാന്നൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. അങ്ങനെയെങ്കിലും ഇവൻ പറയുമെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ ഇവൻ പറഞ്ഞില്ല. ലാസ്റ്റ് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മള് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചപ്പോ ഇവൻ കയറി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഫയൽ ഇട്ടെന്ന് തന്നെ വെച്ചു. അവ എക്സാമ്പിൾ പറഞ്ഞതാ, അവ ഇപ്പൊ ഫയൽ ഇട്ട സ്വന്തം ടീംമേറ്റിനെ ആരെങ്കിലും കൊല്ലുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെ വിട്ടതുകൊണ്ട് അഡ്മിൻ പറഞ്ഞ്, എടാ ഫയലിന് അറിഞ്ഞുകൂടാ അത് ടീംമേറ്റ് ആണോ അല്ലേന്ന്, അത് എല്ലാരും കൈ കിട്ടണം, എല്ലാരും എയിം ലോക്ക് ചെയ്ത് അടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവനങ്ങ് ട്രിഗറായിട്ട് അഡ്മിന്റെ ഓണറിനെയൊക്കെ തള്ളക്കി വിളിച്ച് CK മാരി ഓണറിനെയൊക്കെ അങ്ങ് ഇരുന്ന് തള്ളക്കി വിളി തുടങ്ങി. ഫയലിൽ അറിഞ്ഞൂടല്ലോ എനിമിയാണോ അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഇട്ട് കഴിഞ്ഞാൽ ടീംമേറ്റിനെ അടിക്കത്തില്ലെന്ന്. അപ്പൊ നമ്മൾ തിരിച്ചു വിളിച്ച് ഇവൻ പിന്നെ തെറികൾ തുടങ്ങി. അപ്പം നമ്മള് പിന്നെ നിർത്തിയില്ല. നമ്മൾ അടുത്ത ദിവസം രാത്രി നമ്മളും തിരിച്ചു വിളിച്ച്. പിന്നെ
പിന്നെ ലൈക്ക് നമ്മള് KKPP-യില് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു. സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ PC ചെക്കറും പിന്നെ നീല് പിന്നെ അവിടുത്തെ PC ചെക്കിങ് അഡ്മിൻസ് നമ്മൾ അങ്ങോട്ട് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അവര് കൺഫേം ചെയ്ത് ഇത് ലൈക്ക് ചീറ്റ് ആണെന്നുള്ളത്. അതിനുശേഷം നമ്മൾ സിയോണില് സ്കൈക്ക് ഇത് ഫോർവേഡ് ചെയ്തു. സ്കൈ പറഞ്ഞു ഇത് ചീറ്റ് ആണെന്ന് സ്കൈ പറഞ്ഞു. എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ സോമനാ ഫോർവേഡ് ചെയ്തത്. അപ്പോ സ്കൈ പറഞ്ഞു സ്കൈയുടെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് സ്കൈക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് സ്കൈ ഉടനെ തന്നെ പിന്നെ PvP വാൻ അവിടെ ഇട്ടു. പിന്നെ വേറെ നമുക്ക് KKPP, ആർഗൺ, ഇതേപോലെ സിയോൺ ഇവിടെ 3 ഇടത്താ ഇട്ടത്. പിന്നെ നമ്മൾ എക്സ്ലാൻഡിസി ഒന്ന് റിപ്പോർട്ട് ചെയ്തപ്പോ അന്ന് എനിക്കറിയത്തില്ല ആരാ VC വന്നതെന്ന്. എനിക്കോണം ഹയർ ആരൊക്കെയാണ്, ഡോക്ടർ ബ്രോ ഉണ്ടായിരുന്നു, പിന്നെ എലീജ അവരാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് നമ്മൾ ജസ്റ്റ് വെരിഫൈ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം PC സെല്ലാക്കിയെന്നൊക്കെ നമ്മളത്തെ സ്റ്റോറി പറഞ്ഞില്ലേ. എക്സ്ലാൻഡിസി ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമനും ഞാനും, അതായത് ഞാനും സോമനും ആ PC ചെക്ക് ചെയ്യുന്നത് അത് ഇവൻ എന്തോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവൻ ഈ ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കിയെന്ന് എക്സ്ലാൻഡിസി പറഞ്ഞു. എന്നിട്ട് എക്സ്ലാൻഡിസിൽ PC ചെക്ക് ചെയ്തു എന്നൊക്കെയാണ് അത് ഇപ്പൊ പറയുന്നത്. സംഭവം നമുക്കത് അറിയത്തില്ല, നമ്മളതൊന്നും വെരിഫൈ ചെയ്തില്ല. പിന്നെ ഇവന്റെ ഹാർഡ്വെയർ റെഡി 2 ആയിരുന്നു. അത് ഇപ്പോഴും നമുക്ക് ഉറപ്പാണ്, ഇവന്റെ ഹാർഡ്വെയർ റെഡി 2 ആയിരുന്നു. കാരണം ഇവൻ രാവിലെ 6 മണിക്ക് ഇവന്റെ PC-ന്ന് കളിച്ചതല്ല, ഇവൻ പിന്നെ എക്സ്ലാൻഡീസി കളിച്ചത്. അതായത് ഇവന്റെ എക്സ്ലാൻഡീസിലെ ഹാർഡ്വെയർ റെഡി നമുക്ക് അവിടെ നിന്ന് ഏതോ അഡ്മിൻ നമുക്ക് സ്ക്രീൻഷെയർ അല്ല, നമുക്ക് അഡ്മിൻ അവിടെ VC ഇരുന്ന് തന്നെ വായിച്ചായിരുന്നു. ഇങ്ങനെ ഹാർഡ്വെർ റെഡിയുടെ ID ഇതാണോ ലാസ്റ്റ് ഇതാണോ ഫസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൈസൻസ് കീ. ആ സമയത്ത് നമ്മുടെ ഹാർഡ്വെയർ റെഡിയും ഇവന്റെ ഹാർഡ്വെയർ റെഡിയും ഒട്ടും മാച്ചിങ് അല്ലായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് എക്സ്ലാൻഡീസുകാര് ലൈക്ക് നമുക്ക് പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ നിന്നില്ല. അവര് ഇവന്റെ കേസ് ലൈക്ക് എടുത്തോളാം ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോയി. ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ കൂട്ടത്തിൽ കുറച്ച് പല ബ്രെയിൻ ഉള്ളവൻ അവനാ, മനസ്സിലായ? ഇവന് ബ്രെയിൻ ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കരുത്, ഇവന് ബുദ്ധിയുണ്ട്, ഇവന് ബ്രെയിൻ ഉണ്ട്, അറിയുകയും ചെയ്യാം. ബാക്കി പിന്നെ അടിച്ചു കൊടുക്കാല്ലേ അല്ല നമ്മളവിടെ മാറ്റമൊന്നുമില്ല എന്തായാലും ബാന്. അല്ല ഈ വൺസ് ഫയൽ ഇട്ട് പിടിച്ചവന്മാരെ ഒന്നും ഒരു റെപ്യൂട്ടഡ് സെർവറിലും കളിപ്പിക്കരുത്. അതാണ് വേണ്ടുന്ന കാര്യം, മനസ്സിലായ? അത് ആ സാധനം കൊണ്ടുവന്നാൽ മതി ഇവനെയൊക്കെ എടുത്തു വെച്ച് കളയാൻ. ഓരോ മെസ്സടി കേൾക്കണം. മെസ്സടിക്കുള്ളതിന്റെ റിപ്ലൈ ആണ് തന്നത്. മെസ്സടിക്ക് വേറെ ഒന്നിനും ഉള്ളതല്ല, മെസ്സടിക്കുള്ള റിപ്ലൈ ആണ് നമ്മളിപ്പോ തന്നത്. പഴയ ഓഡിയൻസിൽ നിന്നും അറിയില്ല, പുതിയ ഓഡിയൻസ് ഒന്നും ഇതൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഇത് വിളിച്ചു നിർത്തി പറഞ്ഞത്, മനസ്സിലായ? അപ്പൊ അടിക്കുമ്പോ ഞാൻ നീലിന്റെ DMൽ ഈ VC-യുടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. BC-യുടെ ചാറ്റിൽ എനിക്കില്ല. ഞാൻ നീലിന്റെ DMൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതാണ് ഇവന്റെ നമ്മൾ പറഞ്ഞില്ലേ ഹാർഡ്വെയർ റെഡിയുടെ സംഭവം. ഞാൻ DMൽ നീലിന്റെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ID സെക്കൻഡ് ID ഇവിടെ VC ചാറ്റ് ഇട്ടിട്ടുണ്ട്. എവിടെ എനിക്ക് കാണുന്നില്ലല്ലോ. ഈ VC-യുടെ ചാറ്റ് ഇതില് നോക്കിയാൽ മതി. അവന്റെ ഡിസ്കോഡ് ID സെയിം ആണ് രണ്ടിലും, കണ്ടോ? ലൈസൻസ് എല്ലാം മാറുന്നു. ഹാർഡ്വെയർ ID കൊട്ടയെണ്ണ എന്നെ അപരാധിക്കല്ലേ, എനിക്ക് പേടിയാവുന്നു, ഞാൻ ഫയലാണ് കൊട്ടെ. ഓക്കെടാ. ഇല്ല ഞാൻ ഒരുപാട് അപരാധിക്കുന്നില്ല. ഞാൻ ഇത്ര നേരം ഞാനിപ്പം നീ ചെയ്ത തന്തലാഴി മാത്രമേ കാണിച്ചോളൂ, ബാക്കിയും കൂടെ ഞാൻ കാണിക്കാം. കേട്ടറാ സീഗെ മാറി കാണിക്കാൻ നിന്നെ ഇവിടുത്തെ ഇതിനകത്ത് ചാറ്റിനകത്ത് ഒരു മിനിറ്റ്. അതില് കണ്ട രണ്ട് ഡിസ്കോഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ID സെയിം ആണ് കണ്ട രണ്ടിലും. പക്ഷെ ബാക്കി ഹാർഡ്വെയർ IDസും ലൈസൻസും വ്യത്യാസമുണ്ട്. ഓ ഡിസ്കോഡ് ID രണ്ടും കറക്റ്റ് ആണല്ലേ? 83188996. കളിച്ചിരിക്കുന്നു. പക്ഷെ ഇവന്റെ എക്സ്ലാൻഡീസി കളിക്കുന്ന ഹാർഡ്വെയർ ഒക്കെ വേറെയാ, നമ്മുടെ സർവറിലും കളിച്ച ഹാർഡ്വെയർ വേറെയാ. എന്റെ സ്ക്രീൻഷോട്ട് ഡിസ്കോഡ് ID സെർച്ച് ചെയ്ത് ഇപ്പോഴും മിക്കവാറും അവന്റെ കിട്ടത്തുള്ളൂ. ബ്രാവോ ഈ ഇവനൊക്കെ പെർമനന്റ് അടിച്ചു വിടേണ്ട സമയമായി. ബ്രാവോ ഇവനെയൊക്കെ പെർമനന്റ് അടിക്കേണ്ട സമയമായി. ഇവനെയൊക്കെ ഇത്രയും വാലിഡ് പ്രൂഫോടൊക്കെ ഹാക്കിട്ട് കളിച്ചവന്മാർ ഇവനൊക്കെ എന്തൊക്കെ മറച്ചു വെച്ചായിരിക്കും ഇവിടെ കളിക്കുന്നത്. അപ്പൊ ഇവനെയൊക്കെ പെർമനന്റ് ബാൻ അടിക്കണം. സത്യം പറഞ്ഞ ഇവനെയൊക്കെ പെർമനന്റ് ബാൻ അടിക്കട്ടെ. നിങ്ങൾ തന്നെ പറ. ഇങ്ങനെ ഫയലിട്ട് ഒരു ഗെയിം എടാ ഞങ്ങളൊക്കെ എല്ലാവരും എത്ര വർഷങ്ങളായിട്ട് പല ഗെയിമുകൾ കളിക്കുന്നുണ്ട്. ഇതുവരെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ടൂൾ ഇട്ട് കളിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ലടാ. നിനക്കത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അത്രയും കഴിവില്ലാത്തവനായണ്ട നീ, മനസ്സിലായ? എനിക്കത് വന്നിട്ടില്ല എന്തായാലും. ആച്ചി ഇവന് കിട്ടുക ഉടനെ ഇവനോട് ഉടനെ കിട്ടും ഇവനോടുന്ന്. ബ്രോ നമ്മുടെ സൈഡ് ഒന്ന് പറയാൻ വേണ്ടിയാ വന്നേ. ഇതിപ്പോ ഏത് സെർവറിലായിരുന്നു ഇതിപ്പോ പറഞ്ഞത്? ആർഗണില്. ഇവരൊക്കെ സെർവർ അഡ്മിൻസ് ആണ്, അല്ലാതെ എന്റെ ആൾക്കാരല്ല, മനസ്സിലായ? ഇതൊന്നും ഇതൊക്കെ ഈ രണ്ട് സൈഡിൽ വന്നിരിക്കുന്ന ഓണേഴ്സാ. ഞാൻ വന്ന ബ്രോ എന്താന്ന് വെച്ചാൽ നമ്മൾ അന്ന് ബാൻ ഇട്ടായിരുന്നു. അതായത് ഇൻസ്റ്റന്റ് ആർഗൺ അയച്ചു തന്നു. അന്ന് തന്നെ നമ്മൾ ബാനും ഇട്ടു. അതായത് നമുക്ക് വെരിഫൈ ചെയ്തപ്പോഴും എല്ലാരും പറഞ്ഞത് ഇത് തന്നെയാണ്.
അത് കഴിഞ്ഞിട്ട് ബാൻ മാറ്റിയെന്ന് എന്തോ നീലിന്റെ ലൈവില് പറഞ്ഞു. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ബാൻ മാറ്റിയിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. ഇടയ്ക്ക് ഒരു സ്റ്റാഫിന്റെ ഇത് വന്നപ്പോ എന്താന്ന് വെച്ചാൽ ഏതോ ഒരു സർവേ കൊണ്ട് കാണിച്ചു അവന്റെ ബാൻ മാറ്റിയില്ല, നിങ്ങൾക്ക് മാറ്റിക്കൂടെ. നമുക്ക് DM അതായത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും DMകൾ. അതായത് മാരിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ബാൻ മാറ്റോ. അവസാനം കൺസിഡർ ചെയ്ത് ബാൻ മാറ്റിയ ദിവസം തന്നെ നീലിനെ കയറി അങ്ങ് തെറി വിളിച്ചു. നീല് നമ്മുടെ സ്റ്റാഫ് ആയിരുന്നു അപ്പൊ സമയത്ത് KKPP-യിൽ. അന്ന് തന്നെ നമ്മള് റീഇനിഷ്യേറ്റ് ചെയ്തു. ഇനിയിപ്പം ബാൻ മാറ്റേണ്ടെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ മാനേജ്മെന്റ് മൊത്തം തീരുമാനം എടുത്തത്. അത് കഴിഞ്ഞിട്ട് അവന് ബാൻ റോൾ ഇല്ല, പക്ഷെ TX-ൽ അതായത് ബാൻ ഇട്ടേക്കണേ മറ്റേ അന്ന് ഇട്ടത്. ഇന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് ഇന്ന. അതായത് ഡിസ്കോഡ് ID ബാൻ ഇട്ടിട്ടില്ലായിരുന്നു. അതായത് TX ബാൻ ആയതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. മനസ്സിലായോ? അന്നേരം ആ സൈഡ് ഒന്ന് മാറ്റം പറയും. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സൗണ്ട് ഇല്ല. ഹലോ, പണ്ടെപ്പോഴും എന്നെ തെറി വിളിക്കാൻ VC വന്നിട്ടുണ്ടോ? ഞാൻ വോയിസ് കുറച്ച് വെച്ചിരിക്കണ്. ഇല്ല. നമ്മുടെ അവിടെ ആക്ച്വലി അന്ന് TX ബാൻ തന്നെയാണ് നമ്മൾ നേരത്തെ ഇപ്പൊ ഉൾഫി പറഞ്ഞ പോലെ TX ബാൻ തന്നെയാണ് ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡിസ്കോഡിൽ ബാൻ കൊടുത്തിട്ടില്ല, ബാനിന്റെ ഇത് റോള് കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അവിടെ KKPP-യുടെ റോളില് നമ്മളൊരു ഭേദഗതി വരുത്തിയിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും ബാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് വന്ന് അപ്പോളജൈസ് ഇട്ട് കഴിഞ്ഞ് അത് ആ ടിക്കറ്റ് നമ്മൾ ഇത് ചെയ്തേക്കും. ആ ടിക്കറ്റിന്റെ പ്രകാരമായിരിക്കും പിന്നെ അവർക്ക് ബാൻ നമ്മൾ റിവോക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മുടെ സെർവറിന്റെ റൂള് പ്രകാരം അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് അങ്ങനെ ഉള്ള രീതിയിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. ആ കൊടുക്കുന്ന ആൾക്ക് ലിമിറ്റഡും ആയിരിക്കും കാര്യങ്ങളും അല്ല. നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇടുന്ന എല്ലാം അവിടുത്തെ അനൗൺസ്മെന്റും കാര്യങ്ങളും എല്ലാം KKPP സൈഡിലെ അനൗൺസ്മെന്റും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവർക്കും ബാൻ വാങ്ങിച്ചു കൊടുക്കുന്നതും നമ്മൾ തന്നെയാണ്. കാരണം ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരുത്തൻ ഇപ്പം എക്സലൻഡസിൽ ഒരു 43 HID-യും കൊണ്ടുകൊടുത്തത് നമ്മൾ തന്നെയാണ്. അപ്പം ഹാർഡ്വെയർ ID ഉള്ളവനെയൊക്കെ കൊണ്ടുകൊടുത്തത് നമ്മളെ. പിന്നെ ഇങ്ങനെയുള്ളവരെ നമുക്കും വെക്കാൻ വലിയ താല്പര്യമില്ല. സിമ്പിൾ. സോ വേറെ ഒന്നുമില്ല. CK മേരിയുടെ കേസിൽ എപ്പോഴും ബാൻ തന്നെയാണ്. പക്ഷെ വൺസ് ആ 1 year പീരീഡ് കഴിഞ്ഞിട്ടാണ് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം നമ്മുടെ സെർവർ റൂൾ പ്രകാരം അങ്ങനെയാണ്. മനസ്സിലായി. ഓക്കെ, അതപ്പോ നീലിന്റെ ലൈവിൽ കുറെ എണ്ണം കിടന്ന് കുറച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഒരു റിപ്ലൈ നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല ഇവരെ MRC-ന്ന് മാറ്റണം. MRC-ന്ന് 1.5 ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് 2ാമത്തെ ദിവസം തിരിച്ചു കയറ്റണം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. നീയൊക്കെ വേണേ കളിപ്പീര്, വേണ്ട കളിപ്പിക്കണ്ട. ഞങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ലൈവിട്ട് നമ്മൾ അവനവൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ തെറി വിളിക്കാനും അപരാധിക്കാൻ വേണ്ടി കുറേ പേര് വന്നായിരുന്നു. അവർക്കുള്ള റിപ്ലൈ ആണ് വിത്ത് പ്രൂഫ് ഇവിടെ കാണിച്ചത്. മനസ്സിലായോ? ഇത് ഈ സെർവറിലല്ല, കേരളത്തിലുള്ള ഡിഫറൻറ്റ് RP സെർവേഴ്സിൽ അൺഫെയർ ആയിട്ട് അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കണവന്മാർക്കെല്ലാം വേണ്ടിയിട്ടാണ് പറയണേ. മനസ്സിലായോ? അതൊരു കഴിവില്ലായ്മയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവരെയൊക്കെ സ്റ്റിൽ നിനക്കൊക്കെ വാഴ്ത്തിക്കൊണ്ട് നടക്കാൻ ഇപ്പൊ പറയും പാസ്റ്റ് ഈസ് പാസ്റ്റ്. പീഡന കേസ് അകത്തോടത്ത് കിടന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി എല്ലാത്തിനും വീട്ടിൽ കൊണ്ട് സദ്യ വിടറാന്ന പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തന്മാരും വന്നേക്കുന്നു. അപ്പൊ ബ്രോ എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. നമ്മുടെ സൈഡ് വന്ന് പറയണമെന്നുണ്ടോ? അതുകൊണ്ട് ജസ്റ്റ് സെർവർ സൈഡ് കാര്യം വന്ന് പറയാൻ വേണ്ടി വന്നേ. ഓക്കെ, അപ്പൊ കാണാം, എല്ലാരും കാണാം. ബൈ. ஆனாலும் அந்த பஸ் இந்த பஸ் சொல்லுங்க ப்ளீஸ். കല്ലട ഹൈപ്പർ ഫാസ്റ്റ്. നമുക്കിനി ഫ്ലൈറ്റ് യാത്ര എന്തൊരു ഫ്ലൈറ്റ് പോകണം? ഫ്ലൈറ്റ് പോയാൽ തന്നെ ചെക്ക് ഇൻ ചെയ്യണം, മറ്റേ ബെൽറ്റ് ഊരണം, എല്ലാം ഊരി കൊടുത്ത് സെക്യൂരിറ്റി ചെക്ക്. ഇതാവുമ്പോ ബസ് കയറി ഇരുന്നാ പോരെ. വലിയ തമാശയാ അളിയ. ഒരുത്ത ഹാക്ക് ഇട്ട് പിടിച്ചിട്ട് ഒരു വട്ടമല്ല 2 ദിവസം ബാൻ കിട്ടി. എന്നിട്ട് പ്യുവർ PvP പ്ലെയർ എന്ന് പറഞ്ഞ് മറ്റേ മാസ് അടിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? കൊച്ചു ഫുണ്ടേ ആ പുള്ളിയല്ല, കുണ്ണ അതല്ലേ മറ്റേ പെണ്ണ് തപ്പി പോയവൻ.
വന്ന് മിണ്ടായിരുന്ന ബീച്ച് വന്ന് നമ്മള് രാത്രി ഇത് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നു. അയ്യോ ഞാനല്ല സാർ, ഞാനിവിടെ ബേക്കറി നടത്തുന്നു എന്നൊക്കെ രാത്രി വന്ന് പറഞ്ഞായിരുന്നു. ഞാനിവിടെ ബേക്കറി നടത്തുന്നത് ഞാനല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞ ജോസഫ് കുരുവിള, അച്ഛന്റെ പേര് കുരുവിള. വർഷങ്ങളോളം ബേക്കറി നടത്തി ജീവിക്കുന്നു. മീറ്റിംഗ് ഏരിയ വന്നിട്ട് ഇരുന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കണ്ടോ ആ ബസ് ഇൻസ്പയർ ചെയ്താണ് സുൽത്താൻ ഉണ്ടാക്കിയത്. എന്തൊക്കെയല്ലേ സിറ്റിയിലെ പുതിയ ട്രെൻഡാണ്. മീറ്റിംഗ് കയറി വന്നിട്ട് മറ്റേ ഇൻ ഗെയിമിൽ സംസാരിക്കാതെ ലൈവ് ഇരുന്ന്. അതല്ല, അതാ പുതിയ. നിങ്ങൾ ആരും അത് കണ്ട നിങ്ങൾ കണ്ട ഈ ട്രെൻഡാണ്. നമ്മള് കഴിഞ്ഞ ദിവസം POV കാണാൻ ചെന്നപ്പോഴാണ് ഇതാക്കിയത് കേട്ടാ. സിറ്റിയില് പ്രീവാർ തോറ്റു കഴിഞ്ഞാൽ പുതിയ ഇതടവാണേ. വിൻഡോസ് ബട്ടൺ ഞെക്കി വെക്കുക, അതാ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഡിസ്കോഡി വന്ന് ഇങ്ങനെ ഇരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് എന്താ പറയുന്നതെന്നോ എന്താ ഇതാക്കുന്നതെന്നോ ഒന്നും ഇവര് കേൾക്കൂല. എന്നുവെച്ചാ ഇത് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്കുള്ള ഡെസ്ക്ടോപ്പ് ഓഡിയോ ഓൺ ആക്കിയിട്ട് ഇവര് ഡിസ്കോഡി വന്നിട്ട് സംസാരിക്കും. എന്നിട്ട് കത്തിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരുത്തം കോൾ കൊടുക്കും. കത്തിച്ചറ കത്തിച്ചറ. ഇതാണ് പരിപാടി. അതെങ്ങനെ RP ആവുമെന്ന് എനിക്ക് മനസ്സിലാവുള്ള കൈസ്. അതെങ്ങനെയാണ് നമ്മുടെ അതുണ്ടോ ഒന്ന് കാണണോ ആ ഒരു കോർ പ്ലീസ്? ഒന്ന് കാണിച്ചു തരാ, വീഡിയോ ഒന്ന് കാണിച്ചു. കുറച്ച് മാസ് വീഡിയോ ആണ് ഇത് മാസ് വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കാണണേ പ്ലീസ്. എന്നാണ് അവരും പറഞ്ഞത്. കാരണം ഏബലും മോബി ആയിരുന്നു കൂടെ മൈക്ക് നോക്കിയാണ് ഇതൊക്കെ മാസടിയാണേ. അത് ഞാനാണ് എങ്ങനെ നിനക്ക് എന്താ ചിരിക്കണം? നിനക്ക് ഞാനത് എങ്ങനെ മനസ്സിലായടാ? മുഖം കണ്ട് മനസ്സിലാക്കി. പട്ടീനെ മുഖം കണ്ട ആർക്കടാ അറിയാൻ പറ്റത്തില്ല. മൈക്കോണല്ല ഈ സമയത്ത് എല്ലാരും അലപ്പായിരുന്നു. നമ്മളെല്ലാരും അലപ്പായിരുന്നു. ഈ സമയത്തൊക്കെ നമ്മളെല്ലാരും അലപ്പായിരുന്നു. അണ്ണാ ഇവൻ പറഞ്ഞൊന്നും ചന്ദന്റെ പിയോയിലില്ല. ഇവൻ പറഞ്ഞ വിസ്പുറത്തോടെ പറഞ്ഞത് ചന്ദന്റെ പിയോ ഇങ്ങനെ സാധനം ഇല്ല. ഇല്ല എന്റെ പിയോവിലില്ല. എന്റെ പിയോവിലില്ല. ഞാൻ ഇപ്പൊ കാണിച്ചതേ ഉള്ളത്. അടുത്ത കോറിന് ഇതില്ല, മൈക്കില്ല. നമ്മളിത് കേട്ടിട്ടില്ല കഴിച്ചത്. നമ്മളിത് നമുക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റും. നീ അവിടെ മുതുക്കി മൈക്കില്ല, അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീ മുതുക്കിച്ചെന്ന് കൊരിഞ്ഞില്ല. യോ ഇത് കാണുന്ന പിള്ളേര് എന്റെ അമ്മോ രോമാഞ്ചം, മാറിയണ്ണന്റെ രോമാഞ്ചം എന്ന് പറഞ്ഞു. തോക്കൊന്നുമില്ലേ? എന്താ മുന്നേ നീ കൊണ്ടുവരണ്ട തോക്ക്. അടാ ഇവന്മാർക്ക് തോക്കില്ല, നമ്മൾ കൊടുക്കണ എന്താ ആവശ്യമുണ്ടെന്നാ? നാളെ ഇവന്മാർക്കൊന്ന് എല്ലാം തോറ്റിട്ട് എടാ ഞാൻ ഇപ്പോഴും പറയുക ഗൈസ്, ഞങ്ങൾ ഇത് കാണിച്ചത് വേറെ ഒന്നിനും അല്ല. ഇന്നലെ നീലിന്റെ ലൈവിൽ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെ തെറിവിളിയും പ്രൂഫും ഒക്കെ ചോദിച്ച് കുറെ അണ്ണന്മാര് വന്നായിരുന്നു. പ്രൂഫ് ഇത്ര മതിയോ നിനക്കൊക്കെ? നിനക്ക് ഇത്രയൊക്കെ പ്രൂഫ് മതിയോ? അതായത് കേരളത്തിലെ രണ്ട് സെർവറിൽ നിന്ന് ഓണേഴ്സ് ആയിട്ടുള്ളവർ വന്നാണ് ഇവിടെ വന്ന് പറഞ്ഞത്. മനസ്സിലായ? രണ്ട് സെർവറിലെ ഒരു കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞു. ആർക്കാ? ലൈക്ക് KKPP-യിലുള്ളവര് അല്ല KVയിലുള്ളവര് ലൈക്ക് ഇത് ലൈവിൽ ഓൾറെഡി സംസാരിച്ചായിരുന്നു. ആ സമയത്ത് എന്നെ മാരിയും പിന്നെ ചാർലിയും കൂടെ VC വിളിപ്പിച്ചിട്ട് പറഞ്ഞായിരുന്നു. അതായത് ചാർലി എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിന്റെ ലീഡറാണ്, മാരി മെമ്പർ. അപ്പൊ മാരി അവർ രണ്ടുപേരും കൂടെ വിളിച്ചിട്ട് HFന്റെ VC എന്നിട്ട് പറഞ്ഞായിരുന്നു ലൈക്ക് ഇങ്ങനെ ഇവര് ഇതൊന്നും പേഴ്സണൽ ഇവര് PC ചെക്ക് ചെയ്യാതെ നമ്മൾ ഫയലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് ലൈക്ക് ഭയങ്കര ഇതായി. അവൻ ഇതുവരെ ലൈഫിൽ ഫയലിട്ട് കളിച്ചില്ല എന്നൊക്കെ VC എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് അവിടെ ചിരിക്കാൻ പറ്റാത്ത ഞാൻ പിന്നെ ചിരിച്ചില്ല. അവന്റെ പുറത്തായിരുന്നു. ലൈക്ക് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും അവൻ ഫയൽ ഇട്ടില്ല, അത് സെർവർ സൈഡ് ബഗ്ഗാന്ന് പറഞ്ഞിരുന്നു. ലൈക്ക് കാരണം ഇപ്പം നമ്മളന്ന് സെർവർ ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ 5-6 കൊല്ലമായിട്ട് ലൈക്ക് 5M ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുള്ളി, ലൈക്ക് പുറത്ത് പ്രൊഫഷണൽ ഡെവലപ്പർ ആയിട്ടുള്ള ഒരു പുള്ളിയാണ് സെർവർ ഒക്കെ ഡെവലപ്പ് ചെയ്തത്. പുള്ളി ഒരിക്കലും ബഗ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അവൻ കണ്ടുപിടിച്ചതെന്ന് നോക്കും.
എന്നിട്ട് ലൈക്ക് പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഈ കേസൊന്നും വേറെ ആരും നമ്മൾ ലൈവിലൊന്നും വന്നത് പറയില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ ഈ സോമനാണ് സംഭവം. പുള്ളി ലൊക്കേഷനൊക്കെ റിവീൽ ചെയ്ത് പുള്ളി മറ്റേ ബാംഗ്ലൂർ പോയിട്ടില്ല എന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ വീണ്ടും സോമൻ ഇരുന്ന് തള്ളക്കളി അതൊക്കെ ആയിരുന്നു. MRC ചാർലിയാണോ? എനിക്കല്ലല്ലോ HF പറയണേ. MRC ചാർലി ഉണ്ടോ ചാർലി അല്ല, മറ്റേ പഴയ HF ചാർലി അല്ല. ചാർലി എന്ന് പറഞ്ഞാൽ ആ പുള്ളി വേറെ പ്രശ്നമൊന്നുമില്ല. പുള്ളി നമ്മളെ തെറി വിളിക്കൊന്നുമില്ല. HF കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ലൈക്ക് മാരി എന്ന് പറഞ്ഞ പുള്ളി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാ ഈ കാര്യം. ലൈക്ക് നമ്മൾ ഈ ഫയൽ ഡേയ്സ് കണ്ടുപിടിച്ച് തുടങ്ങിയപ്പോഴേ തെറി വിളിയായിരുന്നു. നമ്മള് ലൈക്ക് നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു സർവറിന്റെ ഇതല്ലേ, നമ്മള് ഒരു സർവറിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. പുള്ളി അതിനൊക്കെ കയറി തെറി വിളിക്കുക. നമ്മളെന്തോ കണ്ടുപിടിക്കാതെ ഫയൽ ഇട്ടവരെയൊക്കെ കണ്ണടച്ചിരിക്കും പോലെ പുള്ളി പറയുന്നത്. പുള്ളി ഫയൽ തെളിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തിനാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പറയണം. ഓക്കെ ബ്രോ, എന്തായാലും താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ബ്രോ ആദ്യം ഒരുത്തനെ ഉപദേശിക്കാനും മറ്റേ നന്നാക്കാനും ഒക്കെ നടക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തണം കൂട്ടത്തിലുള്ളവന്മാരെങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത്. ഇവന്റെ കോണം പിന്നെ ഓൾറെഡി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവൻ കാണിച്ച ചെറ്റത്തരത്തിന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇപ്പൊ ഞാൻ കാണിച്ചത് വലിയ റീസൺ ആയിട്ടുള്ള കാര്യമല്ല. ഓൾറെഡി അറിയാമല്ലോ. പെണ്ണ് കേസ് തപ്പിപ്പോയാനെ എടാ പോട്ടാ തല കേൾക്കുന്ന കേസൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവന്മാർക്ക് ഇതൊരു വലിയ കേസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അതുകൊണ്ട് ഇതാണ് സംഭവം, ഇതാണ് സത്യാവസ്ഥ. ഇതേപോലെ ഹാക്കിട്ട് കളിച്ച് പാസ്റ്റിൽ ഹാക്കിട്ട് കളിച്ചിട്ട് ഇപ്പം മാന്യം കളിക്കുന്ന കുറെ പേര് അതിനകത്തുണ്ട് ഇപ്പോഴും. നിങ്ങളുടെ അടുത്തൊക്കെ തുടക്കം തൊട്ടേ നമ്മൾ പറയണത് അതാണ്. കളിപ്പിക്കണോ കളിപ്പിക്കാത്തതൊന്നും നമ്മുടെ കുഴപ്പമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കൽ ഇട്ടവൻ 2 അടി കൊള്ളുമ്പോൾ വീണ്ടും പറക്കിയിടും. 2 അടി കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പറക്കിയിടും. മനസ്സിലായ? നാളെ ജയിക്കുന്നതിനൊന്നും വിലയില്ലാതായിപ്പോ ഇങ്ങനത്തെ അവന്മാരെ വെച്ച് കളിപ്പിച്ച. അത് നീയൊക്കെ ഇപ്പോഴേ ആലോചിച്ചോ. അതൊക്കെ നീ ഓർത്തു വെച്ചോ. 2 അടി കിട്ടുമ്പോ HFന്റെ ഒരു ഗുണം അങ്ങനെയായിരുന്നു. വലിയ മാസ് അടിച്ച സിറ്റിയിൽ വരും, 2 അടി കിട്ടി 3-ാമത്തെ അന്ന് സാധനം ഇട്ടോണ്ട് വരും. മനസ്സിലായ? സിയോണിലൊക്കെ ഉണ്ടാകാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇമാതിരി എന്നിട്ടും പുഴുക്കും ഇട്ടിട്ട് വരുമ്പോ. അതെ, ഇട്ടിട്ട് വന്നിട്ടും പുഴുക്കും. അതല്ലേ, ഇട്ടിട്ട് വന്നാലും പുഴുക്കും. നീലിനെ തെറി വിളിക്കുന്ന ബിഹേവ് ചെയ്യണം. അല്ലല്ല, ഒന്നും വേണ്ട. അവന് നമുക്ക് ഇത്രേ പറയുള്ളൂ ഗൈസ്. നമ്മൾ ഇതിൽ കൂടുതൽ വേറെ നമുക്ക് മറ്റേ ഇനി അങ്ങോട്ടിരുന്ന് ഓസി ഇത് പറയണ്ടാവില്ലേ. പിന്നെ വേറെ ഒരു കാര്യമാണ് ഗൈസ്, MRC ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കുറച്ച് പേര് എനിക്ക് ഉണ്ടെന്ന് അറിയാം ഗൈസ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ ലൈവ് കണ്ട് സമയം കളയുന്ന സമയത്ത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ TVAക്ക് എങ്ങനെയാണോ ഇപ്പൊ സ്നൈപ്പ് എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു പേജ് നിൽക്കുന്നുണ്ടില്ലേ, അവന്റെ നല്ല വ്യൂസ് ഉണ്ട്, അവന് നല്ല കമന്റ് ഇന്ററാക്ഷൻ ഉണ്ട്, നല്ല ഇതുണ്ട്. അതേപോലത്തെ ഒരു പേജ് ഒന്ന് തുടങ്ങി കൊടുക്കണോടാ ഷെയ്ക്കിന്. കാരണം പുള്ളിക്ക് അങ്ങനത്തെ ഒരു പേജ് ഇല്ലാത്തതിന് നല്ല വിഷമമുണ്ട്. കാരണം അത്രയും വ്യൂസും അത്രയും ഇന്ററാക്ഷൻസും വരാത്തതിന്റെ ഒരു നല്ല വിഷമമുണ്ട്. കാരണം പുള്ളിക്ക് അതിനകത്ത് വരുന്ന വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുമോ പുള്ളി. എന്നെ എന്തൊക്കെ മെൻഷൻ ചെയ്തിടുന്നു. ഈ MRC ക്ലിപ്സ് എന്ന് പറഞ്ഞാൽ 5 ഫോളോവേഴ്സ് ഉള്ളതും 2 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള പേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെന്നിട്ട് മറ്റേ ഇവിടെ ക്ലോസറ്റ് എഴുതിയ മറ്റേ പുള്ളി ഉണ്ടല്ലോ, പേര് മറന്നു, ആ പേര് ഓർക്കണ്ട, അതല്ല. ഇവിടെ നമ്മൾ അങ്ങനെ അതാ ഐഡന്റിറ്റി നമ്മുടെ മണി ട്രഫിന്റെ ക്ലോസറ്റ് എഴുതിയ പുള്ളിയില്ലേ, പുള്ളിയൊക്കെ ഒരു കമന്റ് ഇട്ടിട്ട് എങ്ങനെയാ ഫീഡ് ചെയ്യുന്ന അറിയാം, പിള്ളേർ സെറ്റിനെ കൊച്ചു പിള്ളേരെ ഫീഡ് ചെയ്യുക. എടാ നീ ഗ്രൂപ്പ് എടാ എല്ലാരും പോയി റിപ്ലൈ ഇടാ. എടാ സോമ ചന്ദ്ര ശങ്കര ഓടിവാ ഈ കമന്റിന് റിപ്ലൈ ഇട്, വാ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത്ര ഡെസ്പറേറ്റഡ് ഉള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുക ഗൈസ്. എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. ഈ 20,000 പേരും ഗ്രൂപ്പിലുണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്റെ ഗ്രൂപ്പിലുള്ള ഒരാളെ പോലും ഞാൻ അവിടെ ഒരാളുടെ പേഴ്സണൽ ഫോട്ടോ ഇട്ട് അപരാധിക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. അതില്ല, അങ്ങനെ പറ്റുമെന്ന് എന്റെ ഗ്രൂപ്പിലുള്ള ഒരാളോ മെമ്പറോ പറയട്ടെ, അല്ല എന്റെ അഡ്മിൻസോ പറയട്ടെ, ഒരാളെ പോലും ഞാൻ സമ്മതിക്കാറില്ല. ഇൻ കേസ് പോസ്റ്റ് ഇട്ടാൽ തന്നെ ഇട്ടവനെ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ക്ലിക്കും ചെയ്യും, ഡിലീറ്റും ചെയ്യും. ഒരാളുടെ പോലും ഇതങ്ങനെയല്ല. എന്റെ കാര്യം എനിക്കത് പ്രശ്നമില്ല ഗൈസ്. ഞാൻ പറയാനുള്ള സത്യം പറയാല്ലേ, ഇപ്പൊ എന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഗിഫിനകത്ത് വരെ അപ്പാപ്പന്റെ ഒരു സൈഡിൽ കാസ്ട്രോ, ഒരു സൈഡിൽ ഞാനും.
മനസ്സിലായേ? ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതൊക്കെയാണ് പുതിയ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല ഗൈസ്. വേറൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞായിരുന്നല്ലോ സെൻഡെക്സിന് മറ്റേ ഇതൊക്കെ ഇടുമ്പോൾ ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ആ ഇൻസെക്യൂരിറ്റി അവനുള്ളതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ച് പേഴ്സണലി സോറി പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇവനെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാർ ഇപ്പോഴും TV-ക്കകത്ത് മുഖം കാണിക്കാൻ ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പേഴ്സണൽ ഫോട്ടോ ഗ്രൂപ്പിൽ എടുത്തിട്ട് മറ്റേ സ്റ്റിക്കറായിട്ട് അവരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും നല്ല കാര്യമല്ല. ഒഫീഷ്യലി ഒരു ഗ്രൂപ്പ് തുടങ്ങുവാണെങ്കിൽ അതൊക്കെ മോഡറേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇവന്മാർക്ക് തന്നെയാണ്. ഞാൻ പറയാം, ഞാനുള്ള ഒരു ഗ്രൂപ്പിലും ഇത് ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ എൻ്റെ എല്ലാ മോഡറേറ്റേഴ്സിനെ ആക്റ്റീവ് ആക്കി ആ ഗ്രൂപ്പിലും വെച്ചിട്ടുണ്ട്, ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ. പിന്നെ ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ വന്ന് തെറി വിളിയടാ, അവിടെ വന്ന് കമൻറ്റ് ഇടണമെന്ന് എൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ ഒരു ഗ്രൂപ്പിലില്ല. ഇഷ്ടം പോലെ സ്പൈകളുള്ള ഗ്രൂപ്പാണെന്നറിയാം. നീയൊക്കെ എടുത്തു വെച്ച് കാണിച്ചാൽ ഞാൻ അന്നേരം അത് പറയാം. ഞാൻ എൻ്റെ ഈ ഒരെണ്ണത്തിൽ പോലും ഞാൻ അങ്ങനെ ഒരാളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പറയത്തില്ല. അല്ലെ വന്ന് കമന്റ് ഇടടാ, എൻ്റെ കമന്റിനെ സപ്പോർട്ട് ചെയ്യടാ, എനിക്ക് വേണ്ടി അവിടെ വന്ന് ഇത് പറയടാ എന്ന്. ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം ഗൈസ്, എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട. ഗ്രൂപ്പിലുള്ളവർക്ക് ലൈവ് കാണുന്നവർക്കും അറിയാം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇതിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുക്കുന്നതല്ല ഇതിൻ്റെ റൈറ്റ് വേ എന്ന് പറയണത്. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മറ്റേ തെറുവിളിയും തള്ളക്കി വിളിയും ഒന്നും ഇല്ല, ഇങ്ങനെ ഡീൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതാക്കി. ഫയലിട്ട് കളിക്കുന്നത് കഴിവില്ലായ്മയാണ്. അത് ഞാൻ എവിടെയും പറയും. ആര് ചെയ്താലും, TV-യിലുള്ളവന്മാർ ചെയ്താലും എവിടെ ചെയ്താലും, TV-യിൽ ഒരുത്തനെ അങ്ങനെ കണ്ടുപിടിച്ചാൽ പിടിക്കുന്ന മൊമെന്റിൽ അവൻ ഇതിന് വെളിയില്ല. അത് ഞാൻ അന്നും ഇന്നും എല്ലാവന്മാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എടുക്കുമ്പോഴും എപ്പോഴും പറയണ കാര്യം. എനിക്ക് അതിനോട് താല്പര്യമില്ല.